രാവിലെ 10:30 കല്ലറങ്ങാട്ട് ഭവനത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, തലശ്ശേരി അതിരൂപത മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് വലിയമറ്റം, കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ, പാലാരൂപത മുൻ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ എന്നിവർ സഹകാർമ്മികരായി. സഭയ്ക്ക് ഉചിതവും കാലോചിതവുമായ ധർമ്മമാണ് പാലാ ബിഷപ്പ് നിർവഹിക്കുന്നതെന്നും കേരള സഭയ്ക്ക് അഭിമാനമായി നൽകപ്പെട്ട പിതാവാണ് മാർ കല്ലറങ്ങാട്ടെന്നും പിതാവിന്റെ പ്രബോധനം ദൈവവചനത്തിൽ അടിയുറച്ചതാണെന്നും കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ദൈവവചനത്തിൽ അടിയുറച്ചതും ദൈവവചനം വിഷമകരമായ സാഹചര്യത്തിൽ ജീവിച്ച സഭാപിതാക്കന്മാരുടെ ഉത്തമമായ സാക്ഷ്യത്തെ വിപുലീകരിച്ചും നടത്തുന്ന പ്രബോധനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ദൈവാഭിമുഖ്യമുള്ള സകല മനുഷ്യർക്കും വലിയ മുതൽക്കൂട്ടാണ്. ദിശാബോധവും ദൈവബോധവും നൽകുവാൻ തക്കവിധം ഒരു മകനെ ഈ കുടുംബത്തിൽ നിന്ന് ഈ വത്സല പിതാവിന്റെ മകനായി ദൈവം ഉയർത്തി എന്നുള്ളതിൽ ഈ പിതാവ്, ഈ വാത്സല്യമുള്ള കുടുംബനാഥൻ ഏറെ ഭാഗ്യവാനായി തീർന്നിരിക്കുകയാണ്. ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് KCBC പ്രസിഡന്റും സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് അംബ്ലാനി, ശംഷാബാദ് രൂപത സഹായമെത്രാന്മാരായ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, മാർ തോമസ് പാടിയത്ത്, ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ, കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം, സീറോ മലങ്കര സഭ മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനാൻ മാർ തെയോഡോഷ്യസ്, സാഗർ രൂപത മെത്രാൻ മാർ ജെയിംസ് അത്തിക്കളം എന്നിവർ ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകളിൽ സഹകാർമ്മിത്വം വഹിച്ചു. സീറോ മലബാർ, സീറോ മലങ്കര സഭകളിൽ നിന്ന് 30ഓളം ബിഷപ്പുമാർ ഭവനത്തിലും ദേവാലയത്തിലുമെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പാലാരൂപതയിലെ വൈദികരും സന്യസ്തരും വിശ്വാസി സമൂഹവും കല്ലറങ്ങാട്ട് കുടുംബാംഗങ്ങളും KM മാത്യുവിന് അന്ത്യോപചാരം അർപ്പിച്ചു. മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം നടന്ന ദിവ്യബലിക്ക് ശംഷാബാദ് രൂപത സഹായമെത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.